ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന സീരീസിൻ്റെ റിവ്യൂ ആണ്. സോ എല്ലാ ബുധനാഴ്ചയും ഒരു 6-7 എപ്പിസോഡ് വെച്ച് വരും. അതാണ് ഈ സംഭവം. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് വന്നേക്കുന്നത്. സോ ഞാനത് പെട്ടെന്ന് തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ വെച്ച് നോക്കിയത് തന്നെ ആദ്യം തന്നെ കണ്ടത് ഈ ഒരു സംഭവമാണ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് പേര്. കുറച്ച് ബ്രദേഴ്സും കുറച്ച് ബ്രദേഴ്സിൽ ആകെ ഒരു ബ്രദർ ഉണ്ട്, 3 സിസ്റ്റേഴ്സ് ഉണ്ട് ഒരു ഫാമിലിയിൽ. അപ്പനും അമ്മയും പിന്നെ 4 മക്കളും, ഒരു ബ്രദർ, 3 സിസ്റ്റർ. അതാണ് ഇവരുടെ കഥയാണ്, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഒരു സീരിയലാണെന്ന് വിചാരിച്ചാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നി. ട്രെയിലർ കണ്ടപ്പോഴും സീരിയൽ പോലെ എനിക്ക് തോന്നിയത്. ഞാൻ വെച്ച് നോക്കി ആൻഡ് യെസ്, ഒരു ഫുൾ ഓൺ സോപ്പ് ഓപ്പറ പോലെ സംഭവമല്ല, അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയേക്കുന്നത്. ബട്ട് സ്റ്റിൽ സ്റ്റോറി വളരെ ഫാമിലി സ്റ്റോറിയാണ്. ഒരു സീരിയൽ ഫീലിംഗ് ഉണ്ട് ഡെഫിനറ്റ്ലി. കുറെ പേരൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി കുറച്ച് ആക്ടേഴ്സ് എങ്കിലും അതിനൊരു സീരിയൽ രീതിയിലാണ് അത് അപ്രോച്ച് ചെയ്തേക്കുന്നത്. അവരുടെ അഭിനയത്തിൽ അത് വളരെ വിസിബിൾ ആണ്. ബട്ട് ഈ ഒരു സീരീസ് ദിസ് എപ്പിസോഡ് ഞാൻ ആക്ച്വലി ഒരു എപ്പിസോഡ് കണ്ടുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആക്ച്വലി കുറേ ബോറടിയൊക്കെ വന്നു. ബട്ട് സ്റ്റിൽ ഒരു ആക്ടിങ് വാസ് വെരി ആവറേജ്. ബട്ട് സ്റ്റിൽ ഒരു സ്റ്റോറി ഉണ്ട്. ബട്ട് അത് അത്ര വോർത്ത് വാച്ചിങ് എനിക്ക് തോന്നില്ല. എസ്പെഷ്യലി ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കുറച്ച് ഡാർക്കായിട്ടാണ് ഇവർ തുടങ്ങിയത്. ഒരു നല്ലൊരു ഫാമിലി, ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ ഇവരുടെയൊക്കെ കഥയാണ് ബേസിക്കലി പറയുന്നത്. ബട്ട് അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല. ആക്ച്വലി ഇത് തമിഴ് സീരീസ് ആണ്. ഒരു ഇൻട്രസ്റ്റ് തോന്നല്ല. ആദ്യം തന്നെ ഒരു ഡാർക്ക് എലമെന്റ് സംഭവം, ഒരു സിസ്റ്ററിന്റെ ഒരു കഥ, പിന്നെ ഈ ബ്രദേഴ്സ് അവന്മാരെന്തോ കാണിക്കുന്നു, ഐ മീൻ അവൻ എന്തൊക്കെയോ കാണിക്കുന്നു, സിസ്റ്റേഴ്സിന്റെ ഒരു കഥ വേറെ. സോ ഭയങ്കര എവിടത്തെയും ഒരു ഒരു തുമ്പും അറ്റമൊന്നും ഇല്ലാത്ത പോലത്തെ രീതിയിലുള്ള ഒരു എപ്പിസോഡായിട്ട് എനിക്ക് തോന്നി. ഒരു കഥ ഇങ്ങാട് പോണു, ഒരു കഥ അങ്ങാട് പോണു, ഇതൊക്കെ എങ്ങാടൊക്കെയോ പോകുന്നു. ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല. ലൈക്ക് അത് ഒരു എപ്പിസോഡ് തന്നെ കണ്ടു തീർക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഒരു 3/4 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. ഇനി വരുന്ന എപ്പിസോഡുകൾക്ക് 20 മിനിറ്റ് ആണ്. സോ ഞാൻ ഇനി ആ ഒരു എപ്പിസോഡും ഈ ഒരു സീരീസും കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇതിൻ്റെ ലാസ്റ്റ് ആയിരിക്കും. കാരണം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ലൈക്ക് വെതറിക്കിടക്കുന്ന കഥകൾ കൂട്ടിയെടുത്ത് വായിക്കാനുള്ള ഒരു ശേഷിയില്ല എന്ന് പറയാം. അങ്ങനെ ഭയങ്കര വെതറിക്കിടക്കുന്ന ഒരു കഥ പോലെ എനിക്ക് തോന്നിയത്. ഭയങ്കര സ്കാറ്റേഡ് ആയിരുന്നു. ലൈക്ക് ഒരു എയിമില്ല, ഒരു പോയിന്റ് ഇല്ല. ഓക്കെ, ഇവരുടെയൊക്കെ ലൈഫാണ്, ബട്ട് ഒരു ലൈഫ് എങ്ങനെയൊക്കെ പോകുന്നു, അപ്പൻ എവിടെയൊക്കെ വരുന്നു, അങ്ങനെയൊക്കെ ഒരു സ്റ്റോറിയിൽ ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്നു, പെട്ടെന്ന് വേറെ എവിടെയൊക്കെ പോകുന്നു, ഒരു സ്റ്റോറി അവിടെ കാണിക്കുന്നു. ലൈക്ക് വെരി കൺഫ്യൂസിങ് ആയിട്ട് തന്നെ തോന്നി ഫസ്റ്റ് എപ്പിസോഡ് തന്നെ. ഒരു ഒരു ഒത്തൊരുമ ഇല്ലാത്ത പോലത്തെ ഒരു സ്റ്റോറി ലൈൻ അത് ഞാൻ ഫീൽ ചെയ്തു. സോ ദിസ് ഇസ് മൈ ലാസ്റ്റ് വീഡിയോ ആൻഡ് ദ ഫസ്റ്റ് വീഡിയോ ഓഫ് ദിസ് സീരീസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എനിക്കിത് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ആവറേജ് ടു ബാഡ് എന്ന് പറയാം. ഇതിൻ്റെ ഇത് കാണുന്നതിന് മുമ്പ് എനിക്ക് നേരത്തെ ആദ്യം തന്നെ വന്നത് മറ്റേ കസിൻസ് ആൻഡ് കല്യാണം എന്ന് പറഞ്ഞ ഒരു സീരീസ് ആയിരുന്നു. അത് കുറച്ചും കൂടിയും എൻ്റർടൈനിങ് ആണ് ഇത് വെച്ച് നോക്കുമ്പോൾ. ഇത് വന്നിട്ടും ഞാൻ അത്രയും ആവറേജ് എന്ന് പറഞ്ഞുള്ളൂ. ലൈക്ക് എബവ് ആവറേജ് എന്നൊക്കെ അതിൻ്റെ ഒരു രീതിയാണ് കസിൻസ് ആൻഡ് കല്യാണം. അപ്പോൾ ഇത് ബിലോ ആവറേജ് എന്ന് തന്നെ പറയാം. അതാണ് ഈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.